ഇതൊരു ചമ്മന്തിയുടെ കഥയാണ്. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. അതെനിക്ക് ഒരു പഴയ കാലം എൻ്റെ ഓർമ്മ വന്നു. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി തന്നു. ഇപ്പോഴും ആ ടേസ്റ്റൊന്നും ഇതിന് വന്നിട്ടില്ല. തേങ്ങ ചുട്ട് ഞാനും അങ്ങനെ ഒരു സംരംഭം നടത്തി നോക്കി. ഗ്യാസിൽ തേങ്ങ ചുടാൻ നോക്കി, പക്ഷേ മര്യാദയ്ക്കത് ശരിക്കത് ചുടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അതിനെ അരിഞ്ഞ് അത് എണ്ണയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിനെ ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരി അതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് ചൂടാക്കിയെടുത്തു. അതിന് ശേഷം ഇഞ്ചി ഒന്ന് ചൂടാക്കിയെടുത്തു, 2 കഷ്ണം ഇഞ്ചി ചൂടാക്കിയെടുത്തു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അത് മിക്സിയിലിട്ട് അരച്ചു. അപ്പോൾ അതിനോടൊപ്പം ഒരു ചെറിയ പുളിയും കൂടെ, അപ്പോഴെനിക്ക് ഓർമ്മ വന്ന് അതിനൊരു പുളിയും കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന്. അപ്പോൾ ഒരു ശകലം പുളിയും കൂടെ ഇട്ടു, ഉപ്പും ഇട്ടു. അപ്പോൾ ദാ ഇങ്ങനെ ഒരു അടിപൊളി ചമ്മന്തി റെഡിയായി. ഇതിൻ്റെ ടേസ്റ്റ് ആ പഴയ ടേസ്റ്റിന് എത്ര വരില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയെന്നാണ്. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും, ഞാനും അനിയനെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ അമ്മ ഞങ്ങൾക്ക് ചോറ് തരുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് മിക്കവാറും ഇതാണ് ചുട്ട ചമ്മന്തി. അത് അടുപ്പിൽ വെച്ചാണ്, പണ്ട് അടുപ്പൊക്കെ ആയിരുന്നു. അതിൽ തേങ്ങ എടുത്ത് തീ കനലിലിട്ട് ചുട്ടെടുത്തിട്ടായിരുന്നു ആക്കിയത്. അപ്പം അതിൻ്റേതായ ആ മുളകും അങ്ങനെ തന്നെ ചുട്ടെടുക്കാറാന്ന് പതിവ് എന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് ചുട്ടരച്ച ചമ്മന്തി എന്നാണ്. അത് കല്ലിലരച്ച്, ഇത് മിക്സിയിൽ അരച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ചമ്മന്തി കഴിച്ച് കാണുമോ? തേങ്ങ ചുട്ട ചമ്മന്തി, അങ്ങനെയാണ് അതിൻ്റെ പേര്. എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ഓർമ്മ വലിയമ്മച്ച്. കാരണം എനിക്ക് ഇന്ന് പനിയും പിന്നെ ഇന്നലെ കുറച്ച് ഛർദിയും അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തോ പഴഞ്ചോറ് കഴിച്ചു. എൻ്റെ പഴയ ചോറിനെ ഞാൻ ചൂടാക്കി തിളപ്പിച്ചാണ് കഴിച്ചത്. പക്ഷേ എനിക്കത് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതെനിക്ക് പനിയായിട്ട് അങ്ങനെ തീർന്നു. അപ്പോൾ ഇന്നലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് എന്താണ് കഴിക്കുക. അപ്പം ഞാൻ അതൊരു കഞ്ഞി ഉണ്ടാക്കാം. ഈ ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി എനിക്ക് അപ്പോൾ ഓർമ്മ. അത് ഇപ്പോഴൊന്നൊന്നുമല്ല, എപ്പോഴും എനിക്ക് പനിയൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഈ ചുട്ടരച്ച ചമ്മന്തി, എൻ്റെ വല്യമ്മച്ചിയെ, എൻ്റെ അച്ഛൻ്റെ അമ്മയെ ഞാൻ ഓർക്കും. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ ഒരു 45 വർഷമോ 50 വർഷമായി കാണണം വല്യമ്മച്ചി പോയി കഴിഞ്ഞിട്ട്. നമ്മൾ വല്യമ്മച്ചിയുടെ പല കറികളും ഉണ്ട് കേട്ടോ, പഴയ കറികൾ. ഇത് ഞാനൊരു ദിവസം എല്ലാം ശരിക്കുള്ള വീഡിയോ ഞാനിടാം. ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇങ്ങനത്തെ ഒരു ചമ്മന്തി ആരെങ്കിലും കഴിച്ചതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണും വരെ